ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് ഈ രാജാക്കന്മാർ മരണം വരിച്ചു കഴിഞ്ഞാൽ ഈ സൈന്യാധിപന്മാർ ആത്മാവധി കൊടുക്കുന്നു. തമ്പുരാന്മാരുടെ ഒപ്പം ഉണ്ടായിരുന്ന സൈന്യാധിപന്മാർ അവരുടെ മരണശേഷം മാടൻ, പന്നിമാടൻ, പന്നിയുടെ മുഖമുള്ള കാളമാടൻ, കാളൻ്റെ മുഖമുള്ള ശ്മശാന കാവൽക്കാരൻ ചുടലമാടൻ, ഇങ്ങനെ പറഞ്ഞ് പല മാടനും പൂജിക്കുന്നൊരു സമ്പ്രദായം. ഇരവിക്കൊട്ടിപ്പുള്ള ധനുമരത്ത് മാടെന്ന് പറഞ്ഞ് ആദരിച്ചിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് പ്രശ്നം വെച്ചു. കുതിരപ്പുറത്ത് വരുന്ന തമ്പുരാനെ മഹാവിഷ്ണു ചിലയിടത്ത് ഈ അയനൂട്ട് തമ്പുരാൻ ആനപ്പുറത്തിരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിനെ ശാസ്താവാക്കി മാറ്റിയിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ പൂജ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറേ നാളിന് പ്രശ്നം വെച്ചപ്പോൾ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, വിഷ്ണുവാണ്. അപ്പോൾ ഇപ്പം ശിവനുമായി വിഷ്ണുവായി തമ്പുരാൻ പുറത്തു പോയി. ചേട്ടാ, ഈ വീരാരാധന കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ മാടൻ അത്തരത്തിലുള്ള ഒരുപാട് ദേവതകളെ നമ്മൾ പൂജിക്കാറുണ്ട്. ഇന്നതിനെ പല രീതിയിൽ ശിവനായിട്ടും വിഷ്ണുവായിട്ടും ഒക്കെ ആരാധിക്കാറുണ്ട്. പക്ഷെ അങ്ങ് തന്നെ പറഞ്ഞു അത് വീരാരാധനയുടെ ഭാഗമാണ് എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വീരാരാധന? അതിൽ വരുന്ന ദേവതകൾ ഏതൊക്കെയാണ്? അതായത് പണ്ട് കാലത്ത് നമ്മൾ ദേവന്മാരെ പോലെ നമ്മൾ രക്ഷാപുരുഷന്മാരായ രാജാക്കന്മാരെയും വീരന്മാരെയും എല്ലാം ദേവതാസങ്കല്പം, അവരുടെ മരണാനന്തരം അവർ ദേവതാസങ്കല്പം കൊടുത്ത് ആരാധിച്ചിരുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇവർ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെയാണ് ആ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിലാണ് അത് കൂടുതലും വ്യാപൃതമായിരുന്നത്. ജീവിച്ചിരുന്ന സമയത്ത് അവർ ആ നാട്ടുകാരുമായിട്ട് അത്രയ്ക്കും, രാജാവായിരുന്നാൽ ശരി സാധാരണ ജനങ്ങളുടെ ഇടയിൽ അത്രയ്ക്കും ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടായിരുന്നുണ്ട്. ഇവർ മരണശേഷം ഒരു ദേവനായിട്ട് അവരെ സങ്കല്പിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ആരാധിച്ചിരുന്നൊരു സമ്പ്രദായമാണ് വീരാരാധനയിൽപ്പെട്ടത്. കൂടുതലും തെക്കൻ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രാജാക്കന്മാർ, കുലശേഖരവർമ്മ സംഗ്രാമധീരൻ, നമ്മുടെ അദ്ദേഹത്തിനെയാണ് അയണിയൂട്ട് തമ്പുരാൻ എന്ന പേരിൽ പലയിടത്ത് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് വിശേഷ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം മൃഷ്ടാന ഭോജനം കൊടുക്കുന്ന ഒരു അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊടുക്കുന്ന ഈ സമ്പ്രദായം, അത് ഊട്ട് കൊടുക്കുന്ന ഒരു സമയം, വിശേഷ ഭോജനം കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഊരൂട്ടമ്പലം എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് സമീപപ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ഊട്ട് കൊടുക്കുന്ന നമ്മൾ ഇതിന് അയണിയൂട്ട് തമ്പുരാൻ, അയണിയൂട്ടെന്ന് പറഞ്ഞാൽ വളരെ വിഭവത സമൃദ്ധമായ സദ്യ എന്നാണ്. നമുക്കറിയാം ഈ നമ്പൂര് സമാനുഭാഗത്തുള്ള വിവാഹത്തിൻ്റെ തലേന്ന് പെൺകുട്ടിയും ചെറുക്കൻ ഉണ്ണിന് അയണി ഊണ് എന്നാണ് പറയുന്നത്. വിഭവസമൃദ്ധ സദ്യ, അയണി ഊണ്. അപ്പോൾ ഈ അയണി ഊണിന് വിഭവസമൃദ്ധ സദ്യ നൽകുന്ന ഈ തമ്പുരാന്, അത് ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക്, തൻ്റെ പ്രജകൾക്ക് വിഭവസമൃദ്ധ സദ്യ നൽകുന്ന ആ തമ്പുരാന് രവിവർമ്മ സംഗ്രാമത്തിന് അയണിയൂട്ട് തമ്പുരാൻ എന്ന പേരിൽ ഇന്നും പലയിടത്തും അയണിയൂട്ട് തമ്പുരാൻ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തമ്പുരാൻ ആരാധനയിൽപ്പെട്ടതാണ് നമ്മുടെ ഉലകുടേ പെരുമാൾ ഇതേപോലെ തമ്പുരാനെ ആരാധിക്കുന്നു. അപ്പോൾ അഴകൻ പെരുമാൾ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തിൽ ഈ രാജാക്കന്മാർ തമ്പുരാനായിട്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ തമ്പുരാന്മാരെ പോലെ തമ്പുരാന്മാരുടെ ഒപ്പം ഉണ്ടായിരുന്ന സൈന്യാധിപന്മാർ അവരുടെ മരണശേഷം മാടൻ എന്ന് പറഞ്ഞു. ഈ തമ്പുരാന്റെ കൂടെയുള്ള ആൾക്കാരായിരുന്നു മാടന്മാരെന്ന് പറയുന്നത്, വീരന്മാർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സൈന്യാധിപൻ എന്ന് പറയുന്നുണ്ട്. പണ്ട് ഈ രാജാക്കന്മാരെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് ഈ രാജാക്കന്മാർ മരണം വരിച്ചു കഴിഞ്ഞാൽ ഈ സൈന്യാധിപന്മാർ ആത്മാവധി കൂടി നടത്തുന്ന സമ്പ്രദായം. കാര്യം വെച്ചാൽ ഇവർക്ക് രാജ്യത്തിൻ്റെ കണ്ണായ സ്ഥലങ്ങൾ ഇവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ അറിയുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇവർ ശത്രുരാജാവ് പിടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളെ രാജ ആക്രമിക്കാതിരിക്കണം, ഇവർ സ്വന്തമായിട്ട് മരിക്കുന്ന ആത്മാവധി ചെയ്യുന്നൊരു സമ്പ്രദായം. ഇവരെ എന്നിട്ട് മാടൻ എന്ന് പറഞ്ഞത്. അതേ സമയത്ത് ഈ രാജാവിൻ്റെ പത്നിയും ചിലപ്പോൾ മരിക്കും. കാര്യം വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ശത്രുരാജാവ് കൊണ്ടുപോയിട്ട് തൻ്റെ സപത്നിയായിട്ട് വാഴിക്കുന്ന സമ്പ്രദായമാണ്. ഇവർ യക്ഷിയായിട്ട് മാറുന്നു എന്നൊരു സങ്കല്പം. അപ്പോൾ ഭക്തരെന്നല്ല, ആ നാട്ടിലെ പ്രജകൾ ഇവർ. അതുകൊണ്ടാണ് ഈ മാടൻ ഈ വാളും മതിയടി ഇതും ഒരു രക്ഷാപുരുഷൻ്റെ ഒരു പ്രാധാന്യം കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് ഈ കവലകളിലും മറ്റുള്ളിടത്തുമൊക്കെ ഈ മാടന് പലതരത്തിലുള്ള മാടനുണ്ട്. ഇപ്പം വഴിമുക്ക് മാടൻ, നെരിപ്പോട് മാടൻ എന്ന് വെച്ചാൽ കയ്യിൽ ഇതായിട്ട് തീച്ചട്ടിയായിട്ട് നിൽക്കുന്നു. വഴിമുക്ക് മാടൻ വെച്ചാൽ 4 മുക്ക് കൂടുന്നിടത്ത് ജംഗ്ഷനിൽ ഇരിക്കുന്ന മാടന് വഴിമുക്ക് മാടൻ. പിന്നെ ചില കാശിന് വണ്ണാര മാടൻ, പന്നിയുടെ മുഖമുള്ള കാളമാടൻ, കാളൻ്റെ മുഖമുള്ള മാടൻ, ശ്മശാന കാവൽക്കാരൻ ചുടലമാടൻ, ഇങ്ങനെ പറഞ്ഞ് പല മാടനെയും പൂജിക്കുന്നൊരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജാവിനെ തമ്പുരാനായും
ഈ അംഗരക്ഷകനെ മാടനായിട്ട് സങ്കല്പിച്ച് ആരാധിക്കുന്ന ഒരു സംഭവം. ഈ തമ്പുരാൻ ആരാധന എന്ന് പറയുന്നത് അതും ഈ പറയുന്ന പോലെ പണ്ട് നമ്മളെ ഇരവിക്കൊട്ടിപ്പുള്ള പടത്തലം എന്ന് കേട്ടിട്ടില്ല. ഇരവിക്കൊട്ടിപ്പുള്ള ധനുമരത്ത് മാടൻ എന്ന് പറഞ്ഞ് ആചരിച്ചിട്ടുള്ളവരുണ്ട്. നമ്മൾ ഇരവിക്കൊട്ടിപ്പുള്ള പടത്തലം കേട്ടിട്ടില്ല. ഇരവിക്കൊട്ടിപ്പുള്ളയെ കണിയാങ്കുളത്ത് പോലെ പറഞ്ഞ ഇരവിക്കൊട്ടിപ്പുള്ളയെ ധനുമരത്ത് മാടൻ എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇന്നും ഉണ്ട്. പല ക്ഷേത്രങ്ങളും ഇവർ ഉപദേവന്മാരായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലുള്ള ക്ഷേത്ര സംവിധാനങ്ങൾ മാറിയപ്പോൾ ഇവർ മതിൽക്കെട്ടിന് പുറത്തൊക്കെ ആയി മാടൻ ആ സങ്കല്പത്തിലായി മാറിയിട്ട് പണ്ട് ഇവർ പ്രധാന ദേവതയായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നീട് ഇവിടെ വയ്ക്കുമ്പോൾ ഇവർ പ്രേതാരാധനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഈ മാടൻ എന്ന് പറയുന്ന ഈ സങ്കല്പം, അതായത് തമ്പുരാൻ എന്ന് പറയുന്ന സങ്കല്പം, ഉലകുടെ പെരുമാൾ, അഴകൻ പെരുമാൾ, ഇങ്ങനെ പല സങ്കല്പങ്ങളും ഉണ്ട്. പിന്നീട് എന്ത് ചെയ്തു, അങ്ങനെ ഇത് നേരത്തെ പറയുമ്പോൾ ഇവർക്ക് കൂടുതൽ ഊരൂട്ട് ഉത്സവങ്ങളാണ്. ആൾക്കാരെല്ലാം കൂടെ കൂടി ഊരൂട്ട് ഉത്സവം, തമ്പുരാൻ പാട്ടും, കണിയാർ സമുദായക്കാരാണ് അതിനവകാശം. അവർ പാടും തമ്പുരാൻ പാട്ട് എന്ന് പറയുന്നത് ഈ തമ്പുരാൻ്റെ ഇത് പ്രത്യേകിച്ച് ഉലകുടെ പെരുമാൾക്ക് ഉണ്ട്. ഇന്നും തിരുവനന്തപുരത്ത് പല ഉലകുടെ പെരുമാൾ ക്ഷേത്രങ്ങളാണ് ഇന്നും മാറ്റത്തിന് വിധേയമാകാതെ നിൽക്കുന്നതിൽ ഉലകുടെ പെരുമാൾ മാത്രം. ബാക്കി തമ്പുരാനെല്ലാം ഇന്ന് ശിവനായി മാറി. ചിലയിടത്ത് ഈ അയനിയൂട്ട് തമ്പുരാൻ ആനപ്പുറത്തിരിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിനെ ശാസ്താവാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട് നമ്മുടെ ബോർഡറിലുള്ള പല ഈ അയനിയൂട്ട് തമ്പുരാൻ ക്ഷേത്രങ്ങളിൽ ശാസ്താവാണ്, മദഗജവാഹനായ ശാസ്താവാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന ആയിരവല്ലി എന്ന് പറയുന്ന വീരവില്ലനാണ്. അത് കൂടുതൽ സഖ്യാദ്രി പർവ്വത നിരകളിലാണ് ഈ ആയിരവല്ലിയുടെ ക്ഷേത്രം. ആയിരവല്ലി ക്ഷേത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരവല്ലിയുടെ ആരാധനകൾ അടുപ്പിച്ച് ഒരു പാറക്കെട്ടും വെള്ളവും ഒക്കെ സ്വാഭാവികമായിട്ട് കാണാം. അപ്പോൾ ഈ ആയിരവല്ലി ഇന്ന് പലയിടത്തും ഈ പറയുന്നത് ശിവനോ വിഷ്ണുവോ 1000 വില്ലും കൊണ്ട് നിൽക്കുന്ന ഈ പറയുന്ന കാർത്തിക വീരാർജുനനെന്നോ ഒന്നിന് വനദുർഗയാക്കി ഇന്ന് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അഴകൻ പെരുമാൾ ക്ഷേത്രങ്ങൾ പണ്ട് ഈ ഓണത്തിനാണ് ഉത്സവം നടക്കുന്നത്. തിരുവോണത്തിന് തിരുവോണത്തിന് ഉത്സവം. ഈ ഉത്സവം തിരുവോണത്തിന് നടന്നപ്പോൾ എന്ത് ചെയ്തു, പിന്നീട് പ്രശ്നം വെച്ചപ്പോൾ തിരുവോണത്തിന് ഉത്സവം നടക്കുന്നതുകൊണ്ട് ഈ അഴകൻ പെരുമാളെ പിടിച്ച് മഹാവിഷ്ണു ആക്കിയിട്ടുണ്ട്. ഈ മഹാവിഷ്ണു ആക്കിയിട്ട് മഹാവിഷ്ണുവിൻ്റെ അവിടെ എന്ത് ചെയ്തു, മഹാവിഷ്ണുവിൻ്റെ പൂജ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറേ നാളിന് പ്രശ്നം വെച്ചപ്പോൾ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, വിഷ്ണുവല്ല. അപ്പോൾ ഇപ്പം ശിവനുമായി വിഷ്ണുവായി, തമ്പുരാൻ പുറത്തുപോയി. തമ്പുരാനില്ല. ഈ അഴകൻ പെരുമാളിൻ്റെ ഒപ്പമുള്ള ഒരു തമ്പുരാൻ പേരാണ്, ഈ മാടൻ്റെ പേരാണ് തെങ്കാശി എന്ന മാടൻ, തെങ്കാശി മാടൻ എന്ന് പറയും. അദ്ദേഹം ഇന്ന് ഇവിടെ ഇപ്പം ശിവനുമായി തമ്പുരാനുമായി മാടനോ എല്ലാം ഈ പല ക്ഷേത്രങ്ങളിൽ ഇതെല്ലാം കൂടെ ഒരു മിശ്രിതമായി കിടക്കുക. കാര്യം യഥാർത്ഥ ഈ നമ്മളെല്ലാം ഒരു പാത്ത് പിടിക്കുന്നതാണ്. ഈ അപ്പൂപ്പൻ സങ്കല്പങ്ങൾ അപ്പൂപ്പ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മലനട പോലുള്ള സങ്കല്പങ്ങളൊക്കെ അപ്പൂപ്പ സങ്കല്പങ്ങളാണ്. അതിനെപ്പറ്റി ദുര്യോധനാക്കുക, യുധിഷ്ഠിരനാക്കുക, ഇങ്ങനെയൊക്കെ പല ഒരേ പാത്തിലൂടെ പോകുന്നതുകൊണ്ടാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഈ ആരാധനമൂർത്തി അവരുടെ കുടുംബത്തിൻ്റെ കാരണവന്മാരെ അവർ മരിച്ചതിന് ശേഷം അപ്പൂപ്പനെന്നോ അമ്മൂമ്മയെന്നൊക്കെ പറഞ്ഞ് സങ്കല്പിച്ച് ആരാധിക്കും. പിന്നീട് എന്ത് ചെയ്യും, അവിടെ ഈ പറയുന്ന നമ്മുടെ ഈ വിധാനങ്ങളെ അവിടെ എടുപ്പോൾ നമ്മളെല്ലാം ക്ഷേത്ര വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്, അങ്ങനെ പോകുന്നവരാണ്, പാൽപ്പായസം നേദിക്കുന്നവരാണ്, ഇല്ലെങ്കിൽ ആറാട്ടം നടത്തുന്ന കൊടിയേറ്റ് ഈ വഴിയിൽ കൂടെ പോകുമ്പം സ്വാഭാവികമായിട്ട് ഇതിനൊരു മാറ്റം വരുത്താൻ പറ്റും. കാര്യം അപ്പൂപ്പൻ എന്ന് പറയുന്നൊരു ദൈവം തന്നില്ല, തമ്പുരാൻ എന്ന് പറഞ്ഞൊരു ദൈവം തന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, എല്ലാ ദേവന്മാരെയും ശിവനെ ഇട്ട് പൂജിക്കുക, അല്ലെങ്കിൽ ശിവനായിട്ട് കണ്ട് സങ്കല്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് മാടലിംഗ പ്രതിഷ്ഠ നടത്തും. രൂപരത്തുണ്ട് ബാണലിംഗ പ്രതിഷ്ഠ നടത്തി. ഈ ബാണലിംഗ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ, ബാണലിംഗം എന്ന് പറയുമ്പോൾ അറിയാലോ, അത് പീഠത്തോടു കൂടി ശിവലിക്കും, വണ്ണം കുറഞ്ഞ പൊക്കം കൂടി ശിവലിംഗം. ഇവിടെ പിന്നെ വരുന്ന ആളുകൾ ഓ നമശിവായ വെച്ചാൽ പൂജ തുടങ്ങും. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചാൾ കഴിയുമ്പോൾ ധാര തുടങ്ങും, മൃത്യുഞ്ജോമം തുടങ്ങും, രുദ്രാഭിഷേകം വരിക, പിന്നെ അത് ശിവനായിട്ട് മാറും. തമ്പുരാൻ എന്നത് ശിവൻ്റെ പര്യായമായിട്ട് മാറുന്നൊരു സങ്കല്പം, ശിവൻ്റെ പര്യായ എന്ന രീതിയിൽ മാറും. ഇവിടെ എല്ലാം ശിവപൂജ നടക്കുകയും ചെയ്യും. ഇവിടെ എല്ലാം പിന്നീട് ഒരിക്കലെങ്കിൽ കാര്യം ഇത് കറക്റ്റായിട്ട് ഇത് പണ്ട് കുടുംബാലയങ്ങളിൽ ആയിരുന്നതാണ്, കുടുംബങ്ങളുടെ ഭാഗത്താണ് തമ്പുരാണ്. ഇത് നാട്ടുകാരുടെ ഭാഗത്താകുമ്പോൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നശിച്ചിട്ട് ഇത് പൊതുസമൂഹത്തിൻ്റെ കീഴിൽ ഈ ക്ഷേത്രങ്ങൾ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കുടുംബക്കാർ പറഞ്ഞു കേൾക്കുന്നത് അവർ പ്രധാനമായിട്ടും ഒരു ദേവപ്രശ്നം ആരോപിക്കും. അന്ന് ഈ പറഞ്ഞ കുടുംബത്തിലെ ഒരാൾ കയറി വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരാൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് അപ്പുപ്പാ എന്ന് വിളിച്ച് കത്തിക്കും. വേറെ മന്ത്രമൊന്നുമില്ല. വെമ്പായത്തിനടുത്ത ക്ഷേത്രത്തിൽ അവിടെ ആയിരവല്ലി തമ്പുരാൻ അവർ വിളിച്ചത് മുതുക്കാന്നാണ്. എൻ്റെ മുതുക്കാന്ന് വിളിച്ചാണ് അവർ വിളക്കത്തിക്കുന്നത്. അത് പിന്നീട് വന്നപ്പോൾ എന്ത് ചെയ്തു, ഇയാൾ ചെയ്യുന്നതെല്ലാം തെറ്റാകും. അപ്പോൾ എന്ത്, ഒരു പൂജാരിയെ വെക്കണം, എക്സോർവൈ ബ്രാഹ്മണൻ ആരും ആയിക്കോട്ടെ, ഒരു മന്ത്രം പഠിച്ചു വരുത്തന്നെ വയ്ക്കണം, ആളിനെ വയ്ക്കണം. അവിടെ മന്ത്രം ക്ഷേത്രമാകുമ്പോൾ പിന്നെ അവിടെ തന്ത്രി വേണം, കലശം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. ഇതെന്ത് ചെയ്യും, ഇത് മറ്റൊരു രീതിയിലേക്ക്. അപ്പോൾ ഈ അപ്പൂപ്പൻ എന്ന് പറയുന്ന ശിവൻ്റെ പര്യായോ, അമ്മുമ്മ എന്ന് പറയുന്ന ദേവിയുടെ പര്യായോ, അത് പല പല കഥകളും ഉപകഥകളും എല്ലാമായിട്ട് ഇത് മാറും. ഞാൻ പറയും, ഈ പറയുന്ന ആയിരവല്ലിയ വനദുർഗയൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ അഴകൻ പെരുമാൾ ശിവനും വിഷ്ണുവായിട്ട് മാറിയിട്ടുണ്ട്.
അയണിയൂട്ട് തമ്പുരാൻ പലയിടത്തും മതഗജവാഹനായ ശാസ്താവായിട്ട് മാറിയിട്ടുണ്ട്, ദേവിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ പലയിടത്തും ഈ പറയുന്ന തമ്പുരാൻ സങ്കല്പങ്ങൾ ഇന്ന് മറ്റു ദേവതാഭാവത്തിലോട്ട് ആയി മാറിയിട്ടുണ്ട്. പക്ഷേ കാടുകളിലൊക്കെ നോക്കുവാണെങ്കിൽ കാട്ടുമുത്തപ്പനും കാട്ടുമുത്തിയും ഉണ്ട്. അത് ഈ ശിവന്റെയും പാർവതിയുടെയും തന്നെയല്ലേ? അതൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ ഒരു അപ്പൂപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് എനിക്കറിയാവുന്നൊരിടത്ത് കിരാതശിവനായിട്ട് പൂജിക്കുന്നുണ്ട്. കിരാതശിവനായിട്ട് പൂജിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഇത് കിരാതശിവനായെന്ന് അവർ പറഞ്ഞ ഒരു 3 വർഷം ദേവപ്രശ്നത്തിന് മുമ്പ് വരെ അവിടെ വർഷത്തിൽ ഒരു ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് ഉണക്കമീനും കള്ളും നേദിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ നേരെ കയറി അത് അപ്പൂപ്പൻ എന്ന് പറയുന്ന സങ്കല്പം ഇതേപോലെ ഈ കാട്ട് അപ്പൂപ്പനെന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ശിവൻ അന്ന് ആ കുടുംബക്കാർക്ക് ഈ പറയുന്ന കിരാതഭാവമൊന്നുമില്ല. ഉദാഹരണം ഏറ്റവും ഒരു സിമ്പിളായിട്ട് പറയാം, നമ്മൾ കോട്ടയം കേരളവർമ്മ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും, ഉമ്മയമ്മറാണിയുടെ കാലത്ത് കോട്ടയം കേരളവർമ്മ. ഈ കോട്ടയം കേരളവർമ്മ കുതിരപ്പുറത്ത് വരുന്നതാണ്. ഇദ്ദേഹം ഒരു കുടുംബക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് ആ കുടുംബക്കാർ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ആ കുടുംബക്കാരുടെ തലമുറകൾ ഇദ്ദേഹത്തിന് തമ്പുരാനായിട്ട് പൂജിച്ചു. കുറേ നാൾ കഴിഞ്ഞ് പ്രശ്നം വെച്ചു, കുതിരപ്പുറത്ത് വരുന്ന തമ്പുരാനെ മഹാവിഷ്ണുവാക്കി മാറ്റി. തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇപ്പം എന്തെന്ന് അറിഞ്ഞുകൂടാതെ, പണ്ട് ചെയ്തതിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ, അപ്പം അതിൽ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ലെന്നുള്ള ഇങ്ങനൊരു പ്രശ്നം നടക്കുമ്പോൾ ദേശത്തിലുള്ള ജോത്സ്യനെ വിളിക്കില്ല. ഇപ്പം ഇവിടെ പല മുടിപ്പരകളിൽ നേരത്തെ പറഞ്ഞ സംഭവിച്ചതാണ്. കാര്യം മുടിപ്പരകൾ പിടിച്ച് ക്ഷേത്രങ്ങളാക്കിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കുന്നുള്ള ജ്യോത്സ്യന്മാർക്ക് അറിവുള്ളവർ വടക്കുള്ള ജ്യോത്സ്യന്മാരെ കൊണ്ടുവരും. അവർക്ക് ഈ പറയുന്ന നമ്മുടെ സമ്പ്രദായം അറിയത്തില്ല. അപ്പോൾ അവിടെ സമ്പ്രദായം മാറും. ഇവിടുത്തെ ഒരു ജ്യോത്സ്യനെ വിളിച്ചോണ്ട് കണ്ണൂരോ കാസർഗോഡോ തെയ്യത്തിനെ പറ്റി പ്രശ്നം വെച്ച് എങ്ങനെ ഇരിക്കും? ഇതില്ല. ദേശാചാരം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈ ദേശാചാരത്തിന് ഇതെല്ലാം ദേശാചാരത്തിലുള്ളൊരു ഘട്ടമാണ്. ഈ ദേശാചാരത്തിന് വളരെയധികം പ്രാധാന്യം. അപ്പോൾ ദേശത്തെ അറിഞ്ഞിരിക്കുന്ന ജ്യോത്സ്യരും മറ്റു കാരണക്കാരും എല്ലാം വേണം. ഇത് അറിഞ്ഞുകൂടാതെ ഞാൻ പറഞ്ഞില്ല, ഒരു ഇതിൽ പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതെല്ലാം നമ്മൾ ആ ഒരു ഇത് മാറിയിട്ട് ഇതെല്ലാം ഈ പറയുന്ന അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ശിവനും ഒരുപാട് ഈ ചാവരുകാവുകളുണ്ട്. ചാവരുകാവെന്ന് ഭരിച്ച ആൾക്കാരെ ആരാധിച്ചു വരുന്നത്. ഈ ചാവരുകാവെല്ലാം ഇന്നിപ്പം ശിവനോ വിഷ്ണുവോ അയ്യപ്പ ശാസ്താവോ ഒക്കെ ആയിട്ട് മാറി. ഭൂതത്താൻ ശാസ്താവായിട്ടുണ്ട് ഒരുപാടെടുത്ത് ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരുപാടെടുത്ത് അയ്യപ്പനായിട്ടുണ്ട്, കുഞ്ഞയ്യപ്പനായിട്ടുണ്ട്, ശാസ്താവായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ ഇതെല്ലാം മാറണം. ആയിരവിലേക്ക് ഒരുപാട് ശിവനാണ്. ഈ ശിവനം കിരാത ശിവനൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ദുര്യോധന ക്ഷേത്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന അത് ആക്ച്വലി എന്ന് പറയുന്നത് അവരുടെ അപ്പൂപ്പനാണ്. ഇതിൻ്റെ അപ്പൂപ്പനെയാണ് അവർ. പിന്നീട് ഒരു കാലത്ത് അത് എന്തോ ഇത് ദുര്യോധനായിട്ട് മാറ്റി പൂജിക്കും എന്നൊരു. കാരണം ദുര്യോധന് തന്ത്രത്തിലൊന്നും പൂജയില്ല. പിന്നെ എപ്പോഴും പൂജിക്കുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അപ്പൂപ്പൻ, മലനാട് അപ്പൂപ്പൻ എന്നൊരു സങ്കല്പമാണ്. പിന്നീട് ഈ പറയുന്നില്ല അത് പലവരെ ഇപ്പം ഇത് ഭദ്രകാളി ആറ്റുകാലമേ കണ്ണകി എന്ന് പറയുന്നില്ല, അതുപോലെ പിന്നീട് പലതൊക്കെ ആയിട്ട് പറയുന്നൊരു സമ്പ്രദായത്തിൽ വന്നതായിരിക്കാം. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരിക. നമസ്കാരം.